2011 ജൂലൈ 12-ന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് നമ്പർ 1 കോടതിയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഷെർലി വാസു നൽകിയ മൊഴിയിലാണ് മരണകാരണങ്ങൾ വ്യക്തമാക്കുന്നത്. സൗമ്യയുടെ ശരീരത്തിലുണ്ടായ പ്രധാനപ്പെട്ട 2 മുറിവുകളിൽ ആദ്യ മുറിവ് മരണകാരണമാകാവുന്ന പരിക്കാവണമെന്നില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. തലയ്ക്ക് മന്ദതയും പ്രതികരണശേഷിയില്ലാത്ത അവസ്ഥയും മാത്രമേ ഉണ്ടാക്കൂ എന്നാണ് മൊഴി. സൗമ്യയുടെ നെറ്റിയിലേറ്റ ശക്തമായ ക്ഷതമാണ് 1-ാം മുറിവ്. 1-ാം മുറിവ് വരുത്തിയത് ഗോവിന്ദചാമിയാണെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ താടിയെല്ലും മുഖവും ഉൾപ്പെടെ തകരുകയും രക്തസ്രാവം സംഭവിക്കുകയും ചെയ്തതാണ് മരണകാരണമെന്ന് മൊഴിയിൽ വ്യക്തമാക്കുന്നു. പക്ഷേ മരണകാരണമായ 2-ാം മുറിവിന് കാരണക്കാരൻ ഗോവിന്ദചാമിയാണെന്ന് തെളിയിക്കാൻ കോടതിയിൽ കഴിഞ്ഞില്ല. ഇതാണ് കേസിന് തിരിച്ചടിയായത്. ഗോവിന്ദചാമി ഉത്തരവാദിയെന്ന് കരുതുന്ന 1-ാം മുറിവും അതോടൊപ്പം 2-ാം മുറിവും മരണകാരണമാകുമെന്ന മൊഴിയായിരുന്നുവെങ്കിൽ കൊലപാതക കുറ്റം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് വിദഗ്ധ അഭിപ്രായം. ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.